ഒരു അധ്യാപകനും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. ആ പാട്ടിന് അങ്ങനെ ഒരു ഈണം നൽകുമ്പം എപ്പോഴെങ്കിലും ഇങ്ങനെ സംസാരിക്കേണ്ടി വരുമെന്ന് കരുതിയിരുന്നു? ശരിക്കും ആ പാട്ടിനല്ല ആ ഈണം ഞങ്ങൾ ചെയ്തത്. കുറച്ച് യൂട്യൂബിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ വൈഫിൻ്റെ ബന്ധുവാണ് ഈ ഉണ്ണി സാർ. എന്നെ ചങ്കേന്ന് വിളിക്കുന്ന ഒരാളാണ്. ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതൽ ഞങ്ങൾ തമ്മിൽ അറിയുന്നവരാണ്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഇവിടെ എന്നെ കാണാൻ ഇവിടെ വന്നിട്ട് എന്നോട് ചോദിച്ചു, ആ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ ട്യൂൺ ഞാൻ എടുത്തോട്ടെ, എനിക്കൊരു പാട്ട് ചെയ്യണമെന്ന്. നമ്മുടെ സന്തോഷമുള്ള കാര്യമില്ലേ ആ പാട്ട് എടുത്തു എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ആ പാട്ട് ട്യൂണിനുള്ള എൻ്റെ വരികൾ മാറ്റിയിട്ട് അവിടെ ആ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട വരിക. അപ്പം അതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടെ വരാനുള്ള കാരണം ആ സ്കൂളിലെ ഗസ്റ്റായിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ വേണ്ടിയായിരുന്നു അവിടുത്തെ സ്കൂൾ വാർഷികത്തിന്. അത് ഭയങ്കര സഹിക്കാനൊക്കെ പുള്ളി. കാരണം ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എല്ലാ ദിവസവും ഞാൻ ഇന്നലെ ഞാൻ രാവിലെ പോയിട്ട് മരുന്ന് കഴിക്കുന്ന പോലെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചോദിച്ചു എന്തെങ്കിലും ആവശ്യമുണ്ട് പറയണം, ഫോൺ ചാർജ് ചെയ്യുമോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ എന്തെങ്കിലും പറയുന്നത് എന്നാലാകുന്ന ചെയ്യാം, അല്ലെ ഇവിടുന്ന് ആളെന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞേക്കാം. എന്നോട് പറയാം നമ്മളത് അറം പറ്റിയ പോലെ ആയിപ്പോല്ലോ അത് ചെയ്തതെന്ന് പറഞ്ഞു. അതിനിപ്പുറത്തൊരു മല ഇന്നാൾ പൊട്ടിയില്ലായിരുന്നു. അവിടെ ആ സ്ഥലത്തെക്കുറിച്ച് പുള്ളി ഒരു ഡോക്യുമെൻ്ററി ചെയ്തായിരുന്നു ഉണ്ണി സാർ. ആ ഡോക്യുമെൻ്ററി ചെയ്തിട്ട് അത് സ്കൂളിൽ പ്രദർശിപ്പിച്ചു. ഇതിങ്ങനെ വലിയ പ്രൊജക്ടറിനകത്ത് ഇട്ടപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം എഴുന്നിട്ട് പോയി. എല്ലാവരും എഴുന്നിട്ട് പോയി. സാധനം എല്ലാവരും എഴുന്നിട്ട് പോയി. പുള്ളിക്ക് വലിയ പ്രയാസമായി പോയി. പുള്ളി ആ CD എല്ലാം കൂടെ പെറുകിക്കൊണ്ട് വീട്ടിൽ വന്നിട്ട് വീട്ടിൽ അലമാരയുടെ മേളിൽ ഇട്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞാണ് ആ ഉരുള് പൊട്ടിയപ്പോൾ സകല ചാനലിലും കാണിച്ച ഈ CD-ക്കകത്ത് വീഡിയോസാണ്. പുള്ളി പറയാം അന്ന് എല്ലാം എഴുന്നേറ്റ് പോയവർ ഒരുപാട് പേര് കാണാൻ എഴുന്നേറ്റ്, പക്ഷേ ലോകം മുഴുവൻ കാണുന്നത് ഞാനെടുത്ത വീഡിയോ ആണ്. വേറൊരു വലിയ പ്രത്യേകത ആ വയനാട്ടിലെ ആ സ്കൂളിൽ കുട്ടനാട്ടുകാരനായ ഇദ്ദേഹം ചെന്നിട്ട് വഞ്ചിപ്പാട്ട് മത്സരത്തിൽ കുട്ടികളെ സംസ്ഥാന കലോത്സവത്തിൽ പഠിപ്പിച്ച് A ഗ്രേഡ് മേടിച്ചു. കുട്ടനാട്ടിൽ നിന്ന് പോയിട്ടില്ല അങ്ങനെ. അതുപോലെയാണ് പുള്ളി ഒരു കഥ പറഞ്ഞ ഒരു ഭയങ്കര കഥയെന്നല്ല, സിനിമ കഥ പോലെ വെല്ലുന്നൊരു കഥ പുള്ളി പറഞ്ഞത്. അപ്പോൾ ഈ പുള്ളി ചെല്ലുമ്പോൾ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകാൻ വരുന്നതല്ല, മാതാപിതാക്കളൊക്കെ അവർക്ക് പണിക്ക് പോകണം, അതിന് പോകണം, കാട്ടിക്കൂടെ ഓടുക. പുള്ളി വരച്ച് ഇവരെയൊക്കെ ഒന്ന് സംഘടിപ്പിക്കാൻ, ഒന്ന് ചേർത്ത് നിർത്താൻ. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലായില്ല. വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുക്കാമെന്ന് പറഞ്ഞു പുള്ളി ഓർത്ത് ചെണ്ടമേളം പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു അവരെ. പാറ പട്ടത്തിൽ പിള്ളേരെടുത്ത് കൊട്ടിപ്പിടുക. അങ്ങനെ അതിലൊരു കുട്ടി ഭയങ്കര രസകരമായി കൊട്ടുകയും തട്ടുകയൊക്കെ ചെയ്ത് നന്നായിട്ട് വായിക്കുന്നു. അപ്പോൾ പുള്ളി ഒരു ദിവസം നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. പറഞ്ഞു എനിക്ക് ഡ്രമ്മ് പഠിക്കണം വലിയ ആഗ്രഹമെന്ന് പറഞ്ഞു. അവൻ നന്നായിട്ട് പഠിച്ചു കഴിയുമ്പോൾ ഒരു ഡ്രമ്മ് മേടിച്ചവർ. അങ്ങനെ കഴിഞ്ഞ് ആ കാലം കുറേ കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ സ്കൂളിലേക്ക് ഈ പയ്യൻ വന്നു. ഒരു മാസം നാളെ എൻ്റെ വീട് വരെ വരണമെന്ന് പറഞ്ഞു. വീട്ടിൽ ചെല്ലുമ്പോൾ വീട് പഴയ വീടല്ല, കുറച്ചുകൂടെ വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ശ്രദ്ധിച്ച് അവനെന്തിയെന്ന് ചോദിച്ചു. അപ്പോൾ വരുമെന്ന് പറഞ്ഞു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നേരെ ഇരിക്കുന്നവർ നേരെ ഫ്രണ്ടിലത്തെ ഡോർ തുറന്നിട്ട് പട്ടാളക്കാരൻ ഇറങ്ങി വരിക. പട്ടാളക്കാരൻ ഇറങ്ങി ആ തറ ചവിട്ടി പൊട്ടിക്കുന്ന പോലെ വന്നിട്ട് ഹിന്ദിയിലേണ്ടൊക്കെ പറഞ്ഞപ്പോൾ സല്യൂട്ട് അടിച്ചത് പുള്ളിക്ക്. ആഗസ്റ്റ് 15-നൊക്കെ എന്നെ ഇവിടെ പതാക ഉയർത്തുന്നൊക്കെ വേണ്ടി എന്നെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ വർഷമൊക്കെ അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഇതിലായിരുന്നു. കാരണം ഇത്ര ആൾക്കാർ മുന്നിൽ സാറ് പഠിപ്പിച്ചതായതുകൊണ്ട് എല്ലാവരും മുന്നിൽ സാറിനൊരു അഭിമാനമാണല്ലോ. എനിക്കൊരു അഭിമാനമാണ് എൻ്റെ നാട്ടിൽ ഇങ്ങനെ ആഗസ്റ്റ് 15-ന് പതാക ഉയർത്തുക എന്നുള്ള എനിക്കൊരു വലിയൊരു ഭാഗ്യമുള്ള കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വേഷത്തിലാണ് ഞാൻ ഇങ്ങോട്ട് ഫസ്റ്റ് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത്. പക്ഷേ ഇങ്ങനൊരു അവസ്ഥയിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് ഇവിടെ വന്നിട്ട് കൈയുടെ ആ വേഗതയും ആ ഒരു കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. പിന്നെ അദ്ദേഹം ഡ്രംസ് പഠിക്കാൻ പോയി. അങ്ങനെ അദ്ദേഹം ഇന്ത്യൻ ആർമിയിലെ ഇപ്പോഴത്തെ ഒരു പുള്ളി പറയുന്നുണ്ട് കണ്ണിക്കൂടി ഇങ്ങനെ കണ്ണു തിരിഞ്ഞു. എനിക്ക് അതിനപ്പുറത്ത് എന്നാ വേണം മാഷെന്ന് ചങ്ക എനിക്ക് എന്നാ വേണമെന്ന് എന്നോട് ചോദിച്ചു. എനിക്കൊന്ന് ആ സ്ഥലത്തെക്കുറിച്ച് അത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ഒരാൾക്കാണ്. പുള്ളി ഒരു ചായക്കടയൊക്കെ ചായ പോലും കുടിക്കാനൊക്കെ ഇല്ല. കാരണം ചായയുടെ പൈസ വേറെ ആരും കൊടുക്കും. എല്ലാവരും പ്രിയപ്പെട്ടവരാണ്, വേണ്ടാത്തവരായിട്ട് ഒരാൾ പോലും ഇല്ല. അത്രയ്ക്ക് ഞങ്ങളെ സ്നേഹിച്ച നാട്ടുകാരാണ്. ഞങ്ങൾക്ക് അവിടെ അവരെല്ലാം ഞങ്ങളുടെ ബന്ധുക്കളാണ്, രക്തബന്ധുക്കളാണ്. ഏത് വീട്ടിലും ഞങ്ങൾക്ക് ഏത് സമയത്തും കയറി ചെല്ലാം. ജോലിയായിട്ടല്ല ഞങ്ങൾക്ക് ഇത്രയും 10-18 കൊല്ലം അനുഭവപ്പെട്ടത്. അങ്ങനെ എല്ലാം കൊണ്ടും ജീവൻ കൊടുത്തു. ഇനി ആ പുള്ളിക്ക് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് അവിടെ പോയി ഇനി അങ്ങനെ പുള്ളിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരിക്കലും ആർക്കും അങ്ങനെ സംഭവിക്കരുത്. അതാണ്. ഓടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ രഘുനാഥ് നാരായണനാണ് നമ്മുടെ കൂടെയുള്ളത്. രഘു, ഇതിനു മുൻപും വെള്ളാർമല സ്കൂളിനെ കുറിച്ച് ഇതേ തത്സമയം റിപ്പോർട്ടറിൽ കമലുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ശാലിനി ടീച്ചറും കുട്ടികളും ആ സ്കൂളും അവിടുത്തെ മനോഹര ആ പ്രകൃതിയും എല്ലാം ചേർന്ന് അന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷേ ഇപ്പോൾ ആ ദുരന്ത ഭൂമിയിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് വെള്ളാർമല സ്കൂള് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ പാട്ടും ഇപ്പോൾ വേദനയാവുകയാണ്. അതുതന്നെയാണ് അദ്ദേഹം പറയുന്നത്. അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സർവീസ് സംഘടനകളുടെ പ്രതികാരത്തിൻ്റെ ഭാഗമായിട്ടോ ഒക്കെയാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ വളരെ റിമോട്ടായിട്ടുള്ള ഏരിയകളിലേക്ക് സ്ഥലം മാറ്റുന്നത്. അല്ലെങ്കിൽ ഒരു
ജനറൽ ട്രാൻസ്ഫറിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണെങ്കിൽ അവർ പിന്നീട് ആരെങ്കിലും ഒക്കെ കണ്ട് കൂടുതൽ സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറും. അവിടെയാണ് ഈ ഉണ്ണികൃഷ്ണൻ, ആലപ്പുഴക്കാരനായ ഉണ്ണികൃഷ്ണൻ എന്ന അധ്യാപകൻ്റെ ഒരു ജോലിയോടുള്ള അല്ലെങ്കിൽ ആ നാടിനോടുള്ള ആത്മസമർപ്പണം നമ്മൾ കാണേണ്ടത്. എന്ന് മാത്രമല്ല, പ്രമോദ് വെള്ളിയനാടിനും പറയാനുള്ളതും അതാണ്. കാരണം പ്രമോദ് വെള്ളിയനാട് വേറൊരു ബാനർജി എന്നുള്ള ആൾക്കുടെ ഒരു നാടൻ പാട്ടിന് വേണ്ടി ഈണം നൽകിയതാണ്. ആ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട് വന്ന് ഉണ്ണികൃഷ്ണൻ മാഷ് വളരെ ആവശ്യപ്പെടുകയായിരുന്നു സുഹൃത്തായ പ്രമോദിനോട്, ഈ ട്യൂൺ ഞാൻ എടുക്കുകയാണ്, എൻ്റെ സ്കൂളിലെ പാട്ടിന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ ഒരു വാശി പിടിച്ച് ആ ട്യൂൺ സ്വന്തമാക്കുകയായിരുന്നു. നമ്മൾ ഇപ്പോൾ എല്ലാവരും കേൾക്കുന്നതാണ് ആ പാട്ട്. നമ്മൾക്ക് ആ പാട്ട് ആ സ്കൂളൊക്കെ കാണുമ്പോൾ, പ്രത്യേകിച്ച് അവിടെ പോയി നേരിട്ട് കണ്ട ആളെന്നുള്ള നിലയിൽ ആ ദുരന്തഭൂമി സന്ദർശിച്ചാൽ നമുക്ക് എത്രത്തോളം ദുഃഖവും വിങ്ങലും ഒക്കെ ഉണ്ടാക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ന് മാത്രവുമല്ല, ഈ ഉണ്ണികൃഷ്ണൻ മാഷിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ നിന്ന് അദ്ദേഹം 16 വർഷമായി അവിടേക്ക് മാറി. ഈ നാട്ടിലുള്ള, പ്രത്യേകിച്ച് ആലപ്പുഴയുടെ നാടൻപാട്ടും അല്ലെങ്കിൽ അതുപോലെയുള്ള ചെണ്ടമേളവും ഒക്കെ അവിടെ പോയി ആ കുട്ടികളെ പഠിപ്പിച്ച് അവരിൽ നിന്ന് അല്ലെങ്കിൽ അവരെ കൊണ്ട് ഈ വള്ളപ്പാട്ടിനും വഞ്ചിപ്പാട്ടിനും ഒക്കെ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുപ്പിക്കാൻ പോവുക എന്നൊക്കെ പറയുമ്പോൾ ആ അധ്യാപകന് ആ നാടിനോടുള്ള, ആ നാട്ടുകാരോടുള്ള, ആ വിദ്യാർത്ഥികളോടുള്ള സ്നേഹവും ഇഷ്ടവും ആ ജോലിയോടുള്ള ആത്മാർത്ഥതയും എത്രത്തോളം വലുതായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇദ്ദേഹത്തെയും പലതവണ അവിടേക്ക് വിളിച്ചതാണ്. അവരുടെ ഒരു സ്കൂളിൻ്റെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കണം എന്നുള്ളതുകൊണ്ട്, അദ്ദേഹം സിനിമാ നടനായതുകൊണ്ട് തന്നെ ചില ഔദ്യോഗിക ജോലി തിരക്കുകളൊക്കെ കാരണം അവിടേക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല. എന്തായാലും ഇനി പോകണ്ട എന്നുള്ളതാണ് തീരുമാനം. കാരണം ഉണ്ണികൃഷ്ണൻ മാഷും ഇദ്ദേഹവും കൂടെ ഒന്നിച്ചിരിക്കുമ്പോഴൊക്കെയുള്ള ഘട്ടങ്ങളിലൊക്കെ ആ സ്കൂളിനെക്കുറിച്ചും അവിടുത്തെ വിദ്യാർത്ഥികളെക്കുറിച്ചും വയനാട്ടിലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും ഒക്കെയാണ് ഉണ്ണികൃഷ്ണൻ മാഷ് വാതോരാതെ സംസാരിച്ചത്. തീർച്ചയായും ഉണ്ണിമാഷിന്റെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും അറിയാം എത്രത്തോളം അദ്ദേഹം തകർന്നിട്ടുണ്ട് എന്നുള്ളത്. ആ സ്കൂളും ആ സ്കൂളിനോട് ചേർന്ന് നിൽക്കുന്നവർ, ആ നാട്ടുകാരോടൊക്കെ ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമല്ല, ഇങ്ങനെ നമ്മളെ സംബന്ധിച്ചും ഒരുപാട് വേദന മാത്രമാണ് ആ ദുരന്തഭൂമിയിൽ നിന്നും ഉണ്ടായത് എന്നുള്ളതാണ്. രഘു ആയിരുന്നു വിവരങ്ങൾ നൽകിയത്.